ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ട്രെസ് ലെച്ചേസ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് 3 മിൽക്ക് കേക്ക് എന്നും പറയാറുണ്ട്. മറ്റുള്ള കേക്കുകളിൽ നിന്ന് വ്യത്യസ്തമായതും കഴിക്കാൻ വളരെ ടേസ്റ്റിയുമായ ഒരു കേക്കാണിത്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ള മിക്സാണ്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്ലവർ വരച്ചു കൊടുക്കുന്നതുകൊണ്ട് ക്രം കോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കേക്കിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ക്രം കോട്ട് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി നമുക്കിതിന് ഫ്ലവർ വരച്ചു കൊടുക്കാം. റോസറ്റ നോസിലിട്ടിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ നോസിൽ വേണമെന്നൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും